ഹലോ എവറി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ ദിശ അക്കാഡമിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GD എക്സാമിന് നോർമലായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇംഗ്ലീഷിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എപ്പോഴും ഇംഗ്ലീഷിൽ കാണാറുള്ളതാണ്. GD എക്സാമിന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഒരു മിനിറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കൊളോക്കേഷൻ. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഫില്ല് ചെയ്യുക. ഓക്കെ, വി റീച്ച് എ ഡാഷ് കൺക്ലൂഷൻ ആഫ്റ്റർ ഡിസ്കസിങ് ദ മാറ്റർ. ക്വിക്കായിട്ടുള്ളതാണോ, ബിഗ് ആയിട്ടുള്ളതാണോ, ഹെവി ആയിട്ടുള്ളതാണോ, ക്ലിയർ ആയിട്ടുള്ളതാണോ? അതായത് വി റീച്ച് എ ഡാഷ് കൺക്ലൂഷൻ ആഫ്റ്റർ ഡിസ്കസിങ് ദ മാറ്റർ. അതായത് ക്വിക്ക് കൺക്ലൂഷൻ ആണോ, ബിഗ് കൺക്ലൂഷൻ ആണോ, ഹെവി ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലാണോ എത്തിച്ചേർന്നത്, അതോ ക്ലിയർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലാണോ എത്തിച്ചേർന്നത് നോക്കുക. അപ്പോൾ വി റീച്ച്ഡ് എ ബിഗ് കൺക്ലൂഷൻ, അതോ ക്വിക്കായിട്ടുള്ളൊരു കൺക്ലൂഷൻ, അതോ ഹെവി ആയിട്ടുള്ളൊരു കൺക്ലൂഷനാണോ, അതോ ക്ലിയർ ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലാണോ അവർ എത്തിച്ചേർന്നത് ആഫ്റ്റർ ഡിസ്കസിങ് ദ മാറ്റർ ഡിസ്കസ് ചെയ്തതിന് ശേഷം. യെസ്, നമുക്കറിയാം ക്വിക്ക് എന്ന് പറയുന്ന വേർഡ് അവിടെ സ്യൂട്ടബിൾ അല്ല, ബിഗ് എന്ന് പറയുന്ന വേർഡ് അവിടെ സ്യൂട്ടബിൾ അല്ല, ഹെവി എന്ന് പറയുന്ന വേർഡ് അവിടെ സ്യൂട്ടബിൾ അല്ല. എന്താ വരുന്നത്, അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലാണ് അവരെത്തിച്ചേർന്നത് അല്ലേ. ആഫ്റ്റർ ഡിസ്കസിങ് ദ മാറ്റർ ദേ റീച്ച് എ ക്ലിയർ കൺക്ലൂഷൻ. അപ്പോൾ അവിടെ ഓപ്ഷനായിട്ട് വരുന്ന ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷൻ നമ്പർ 4 ആണ്, ഡി ആണ്. ഓപ്ഷൻ നമ്പർ 4 ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദ ഫാർമേഴ്സ് വിൽ ഡാഷ് ദെയർ ഫീൽഡ്സ് ടുമോറോ. അപ്പോൾ ഫാർമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു വേർഡാണ് അവിടെ സ്യൂട്ടബിൾ ആകുന്നത്. ഓക്കെ, ദ ഫാർമേഴ്സ് വിൽ ഡാഷ് ദെയർ ഫീൽഡ്സ് ടുമോറോ. ട്രോപ്പിക്കൽ എന്ന് പറയുന്ന വേർഡുണ്ട്, അവിടെ പ്ലഫ് എന്ന് പറയുന്ന വേർഡുണ്ട്, കൊളൈഡ് എന്ന് പറയുന്ന വേർഡുണ്ട്, ഐസോട്ടോപ്പ് എന്ന് പറയുന്ന വേർഡുണ്ട്. ഇവിടെ ഓക്സിലറി വെർബായിട്ട് വിൽ എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് കിടപ്പുണ്ട്. അപ്പോൾ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വില്ല് കിടക്കുന്നത് കൊണ്ട് അതിന് തൊട്ടിപ്പുറത്ത് ഒരു വെർബേ വരാൻ സാധ്യതയുള്ളൂ. അത് ഓർക്കുക. ഓക്സിലറി വെർബുകൾ വന്നു കഴിഞ്ഞാൽ അതിന് ഇപ്പുറത്ത് എന്തേ വരാൻ പാടുള്ളൂ, ഒരു V3 ആണ് വരാൻ പാടുള്ളത്. അല്ല, ഒരു വെർബാണ് വരാൻ, നോട്ട് V3, ഒരു വെർബാണ് V1 ആണ് വരാൻ പാടുള്ളത്. ഓക്കെ, അപ്പം അവിടെ ഒരു V1 ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ട്രോപ്പിക്കൽ ഒരു V1 അല്ല, പ്ലഫ് ഒരു V1 ആണ്, കൊളൈഡ് ഒരു V1 ആണ്, ഐസോട്ടോപ്പ് ഒരു V1 അല്ല. അപ്പോൾ ഇതിനകത്ത് V1 ആയിട്ടുള്ളത് ബിയും സിയും ആണ്. അപ്പോൾ അതിനകത്ത് ഒന്നീ ആൻസർ ബി വരണം അല്ലെങ്കിൽ സി വരണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ദ ഫാർമേഴ്സ് വിൽ ഡാഷ് ദെയർ ഫീൽഡ്സ് ടുമോറോ എന്ന് പറയുന്നതിനകത്ത് ഓക്സിലറി വെർബായിട്ട് വില്ലുണ്ട്. വില്ലെന്ന് പറയുന്ന മോഡൽ ഓക്സിലറീസ് വന്നാൽ അതിൻ്റെ കൂടെ ചേർന്ന് വരേണ്ട വെർബ് ഫോം ഇപ്പോഴും V1 ആയിരിക്കണം. അത് ഓർത്തിരിക്കുക. അപ്പോൾ വില്ലെന്ന് പറയുന്ന മോഡൽ ഓക്സിലറീസ് വന്നാൽ മോഡൽ ഓക്സിലറീസ് 11 ഉണ്ട്. വില്ലുണ്ട്, വുഡുണ്ട്, ഷാലുണ്ട്, ഷുഡുണ്ട്, ക്യാൻ ഉണ്ട്, കുഡ് ഉണ്ട്, മേ ഉണ്ട്, മൈറ്റ് ഉണ്ട്, മസ്റ്റ് ഉണ്ട്, യൂസ്ഡ് ടു ഉണ്ട്, ഓട്ട് ടു ഉണ്ട്. ഈ 11 മോഡൽ ഓക്സിലറീസിൻ്റെ കൂടെയും നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം, ദാറ്റ് മീൻസ് V1 വേണം യൂസ് ചെയ്യാൻ. ഇതിനകത്ത് V1 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത വേർഡുകളാണ് ട്രോപ്പിക്കലും ഐസോട്ടോപ്പും. ഇതൊന്നും ട്രോപ്പിക്കലും ഐസോട്ടോപ്പും ഒന്നും എന്തല്ല, വെർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ല. വെർബിൻ്റെ ഫസ്റ്റ് ഫോമായിട്ട് വരുന്നത് ഒന്നീ പ്ലഫ് ആണ്, അല്ലെ കൊളൈഡ് ആണ്. കൊളൈഡ് മീൻസ് ഹിറ്റ് ബൈ ആക്സിഡൻ്റ് ആണ്. ആക്സിഡൻറ്റിലൊക്കെ ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യത്തില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കൊളൈഡ് അല്ലെ കൊലിഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെ കൂട്ടിയിടിക്കുക, കൂട്ടിമുട്ടുക എന്നൊക്കെയുള്ളതാണ്. അപ്പം ഇത് ഫീൽഡ്സ് എന്ന് പറയുന്ന വേർഡുമായിട്ട് ബന്ധമുള്ള വേർഡ് കൊളൈഡിനാണോ പ്ലഫിനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്ലഫാണ് അവിടെ വരുന്നത് അല്ലേ. അത് ഫാർമേഴ്സ് വിൽ പ്ലഫ് ദെയർ ഫീൽഡ്സ് ടുമോറോ എന്ന് പറയുന്ന വേർഡാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം ഇതിനകത്തും നമ്മൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ല്, ഷാല്, ക്യാന്, മേയ്, മസ്റ്റ്, യൂസ് ടു, ഓട്ട് ടു, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പോലുള്ള മോഡൽ ഓക്സിലറീസിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് 4 ഓപ്ഷനകത്തുനിന്ന് 2 വേർഡിനെ നമ്മൾ ഔട്ടാക്കി. എങ്ങനെ ഔട്ടാക്കി? അവർ 2 പേരും വെർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ല. അപ്പോൾ അതെന്തായാലും അവിടെ ആൻസറായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം എടുത്തപ്പോഴത്തേനും അവിടെ പ്ലഫ് ഉണ്ട്, കൊളൈഡ് ഉണ്ട്. ഈ 2 വേർഡിൽ ബി ആണോ സി ആണോ എന്ന് നോക്കി. കൊളൈഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് അവിടെ സ്യൂട്ടബിൾ ആകത്തില്ല. കാരണം കൊളൈഡ് മീൻസ് ഹിറ്റ് ബൈ ആക്സിഡൻറ്റ് എന്നാണ് അല്ലേ. ആക്സിഡൻറ്റിൽ ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കൊളൈഡ്. അപ്പം ഫീൽഡ് എന്ന് പറയുന്ന വേർഡുമായിട്ടും ഫാർമേഴ്സ് എന്ന് പറയുന്ന വേർഡുമായിട്ടൊക്കെ സ്യൂട്ടബിൾ ആകുന്ന വേർഡ് ഏതാണ്, പ്ലഫ് ആണ് അല്ലേ. അപ്പോൾ ദ ഫാർമേഴ്സ് വിൽ പ്ലഫ് ദെയർ ഫീൽഡ്സ് ടുമോറോ എന്ന് വന്നു. അപ്പോൾ 2 ക്വസ്റ്റ്യനും ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the dash design of the new energy efficient appliances has reduced electricity consumption significantly. The dash design of the new energy efficient appliances. The dash design of the new energy efficient appliances. അപ്പോൾ അവിടെ എന്താ പറയുക, ഇന്നവേറ്റ്സ് ആണോ, ഇന്നവേറ്റീവ്നെസ് ആണോ, ഇന്നവേറ്റീവ് ആണോ, ഇന്നവേഷൻ ആണോ? ഇന്നവേറ്റീവ്നെസ് എന്ന് പറയുന്നൊരു വേർഡ് ഇല്ല കേട്ടോ, അതില്ല. അപ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കാം, ബി എ നമുക്ക് ഒഴിവാക്കാം. ഇന്നവേറ്റീവ്നെസ് ഇല്ല. ഇന്നവേറ്റ്സ് ഉണ്ട്, ഇന്നവേറ്റീവ് ഉണ്ട്, ഇന്നവേഷനും ഉണ്ട്. ഓക്കെ,
ഇന്നവേഷൻ ഡിസൈൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ ഇതൊരു അഡ്ജക്റ്റീവാണ് പറയേണ്ടത്. ഡിസൈൻ എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അവിടെ എന്താണ് പറയേണ്ടത്? ഒരു അഡ്ജക്റ്റീവാണ് പറയേണ്ടത്. ഡിസൈൻ എന്ന് പറയുന്ന വേർഡ് ഒരു നൗണാണ്. ഡിസൈൻ എന്ന് പറയുന്ന വേർഡ് ഒരു നൗണാണ്. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവാണ്. ഇതിനകത്ത് അഡ്ജക്റ്റീവായിട്ട് വരുന്നത് ഏത് വേർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നവേറ്റീവ് ആണ്, ഇന്നവേഷൻ ആണ്. ഇന്നവേറ്റ്സ് എന്നുള്ളത് വെർബാണ്. ഇന്നവേറ്റ്സ് എന്നുള്ളത് എന്താണ്? വെർബാണ്. അപ്പോൾ ഇതിനകത്ത് വരേണ്ടത് ഇന്നവേറ്റീവ് ആണ്, ഇന്നവേഷൻ ആണ്. ഇന്നവേഷൻ എന്ന് പറയുന്നത് നൗണാണ്. അപ്പോൾ 4 ഓപ്ഷനകത്ത് നമ്മൾ ഏതൊക്കെ ഔട്ടാക്കി? ഇന്നവേറ്റ്സ് എന്ന് പറയുന്ന വേർഡിനെ ഔട്ടാക്കി, കാരണം അത് വെർബാണ്. ഇന്നവേറ്റീവ്നെസ് എന്ന് പറയുന്ന വേർഡ് ഇല്ല. ഇന്നവേറ്റീവ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, അത് അഡ്ജക്റ്റീവാണ്. ഇന്നവേഷൻ എന്ന് പറയുന്ന വേർഡ് എന്താണ് പറയുന്നത്? നൗണാണ്. അപ്പം ഒരു നൗണിനെ മറ്റൊരു നൗൺ കൊണ്ടല്ല ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, ഒരു നൗണിനെ ഒരു അഡ്ജക്റ്റീവ് കൊണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. സോ ദ ആൻസർ ഈസ് ഇന്നവേറ്റീവ്. ദ ഇന്നവേറ്റീവ് ഡിസൈൻ ഓഫ് ദ ന്യൂ എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് ഹാസ് റെഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ സിഗ്നിഫിക്കൻ്റ്ലി എന്ന് വരുന്നു. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, ദാറ്റ് ഈസ് ഇന്നവേറ്റീവ്. ഓക്കെ ആണല്ലോ? അത് ഓക്കെ അല്ലേ? അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ആദ്യത്തത് വി റീച്ച്ഡ് എ ഡാഷ് കൺക്ലൂഷൻ ആഫ്റ്റർ ഡിസ്കസിങ് ദ മാറ്റർ. അതിനകത്ത് ആൻസർ വി റീച്ച്ഡ് എ ക്വിക്ക് കൺക്ലൂഷൻ ആണോ, വി റീച്ച്ഡ് എ ബിഗ് കൺക്ലൂഷൻ ആണോ, വി റീച്ച്ഡ് എ ഹെവി കൺക്ലൂഷൻ ആണോ, വി റീച്ച്ഡ് എ ക്ലിയർ കൺക്ലൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ വി റീച്ച്ഡ് എ ക്ലിയർ കൺക്ലൂഷൻ എന്ന് ആൻസർ കിട്ടി. ദ ഫാർമേഴ്സ് വിൽ ഡാഷ് ദെയർ ഫീൽഡ്സ് ടുമോറോ. അവിടെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? പ്ലഫ് ആണോ കൊളൈഡ് ആണോ? കാരണം അത് രണ്ടും മാത്രമേ വെർബിൻ്റെ ഫസ്റ്റ് ഫോമായിട്ട് വരുന്നുള്ളൂ. അപ്പം അത് രണ്ടിനകത്തൊന്നും കൊളൈഡ് എന്തായാലും വരത്തില്ല. അതെന്തായാലും ഹിറ്റ് ചെയ്യാന്നാണ്, ഹിറ്റ് ബൈ ആക്സിഡൻറ്റ് എന്നാണ്. അത് ആ വേർഡ് അവിടെ സ്യൂട്ടബിൾ അല്ല. അവിടെ വരുന്ന വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഫ് ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡാഷ് ഡിസൈൻ ഓഫ് ദ ന്യൂ എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് ഹാസ് റെഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ സിഗ്നിഫിക്കൻ്റ്ലി എന്ന് പറയുന്നത് ദ ഡാഷ് ഡിസൈന്. എന്ത് ഡിസൈനാണ്? ഡിസൈൻ എന്ന് പറയുന്ന ഒരു നൗണാണ്. എന്ത് ഡിസൈൻ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വരേണ്ടത്. ഓക്കെ, ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അവിടെ വരേണ്ടത്. കാരണം ഇന്നവേറ്റീവ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ഇന്നവേറ്റീവ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവാണ്. ഡിസൈൻ എന്ന് പറയുന്നത് ഒരു നൗണാണ്. അപ്പം നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ മറ്റൊരു നൗണല്ല ഉപയോഗിക്കേണ്ടത്. ഇന്നവേഷൻ എന്ന് പറയുന്നത് നൗണാണ്. ഇന്നവേറ്റ്സ് എന്ന് പറയുന്നത് വെർബാണ്. ഇന്നവേറ്റീവ്നെസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വേർഡില്ല. അപ്പം അവിടെ വരുന്ന വേർഡ് ഇന്നവേറ്റീവാണ്. ഓക്കെ, ഫോർത്ത് വണ് റിസർച്ചേഴ്സ് ഡാഷ് ന്യൂ ടെക്നോളജീസ് ടു ഇംപ്രൂവ് റീസൈക്ലിംഗ് പ്രോസസ് ഇൻ ദ ന്യൂ ഫ്യൂച്ചർ. റിസർച്ചേഴ്സ് ഡാഷ് ദ ന്യൂ ടെക്നോളജീസ് ടു ഇംപ്രൂവ് റീസൈക്ലിംഗ് പ്രോസസ് ഇൻ ദ നിയർ ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, ഭാവിയിലേക്കാണ് റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ടു ഇംപ്രൂവ് റീസൈക്ലിംഗ് പ്രോസസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പം നിയർ ഫ്യൂച്ചറിലേക്ക് അവരെന്ത് ചെയ്യാണ്? എന്തോ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആസ് ബീൻ ഡെവലപ്പിംഗ് ആണോ, അതോ ഡെവലപ്പ് ആണോ, അതോ ആർ ഡെവലപ്പിംഗ് ആണോ, അതോ വാസ് ഡെവലപ്പിംഗ് ആണോ? നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് നമുക്കറിയാം അവിടെ വരേണ്ട ആൻസർ എന്ന് പറയുന്നത് ആർ ഡെവലപ്പിംഗ് ആണ്. നിയർ ഫ്യൂച്ചറിലേക്കല്ലേ? അപ്പം ഭാവിയിലേക്ക് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവരവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ഡെവലപ്പിംഗ് എന്ന് വരുന്നു അല്ലേ? അപ്പം റിസർച്ചേഴ്സ് ആർ ഡെവലപ്പിംഗ് എന്ന് പറയുന്നു. ഹാസ് ബീൻ ഡെവലപ്പിംഗ് വരത്തില്ല. റിസർച്ചേഴ്സ് എന്ന് പറയുന്ന വേർഡ് ഒരു പ്ലൂറൽ വേർഡാണ്. പ്ലൂറൽ ആയിട്ടുള്ള വേർഡിന് ഹാസ് സ്യൂട്ടബിൾ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഹാസ് ബീൻ ഡെവലപ്പിംഗ് എന്നുള്ള ആൻസറിനെ നമ്മൾ ആദ്യം ഔട്ടാക്കുക. അപ്പം റിസർച്ചേഴ്സ് എന്ന് പറയുന്ന വേർഡ് ഒരു പ്ലൂറൽ വേർഡ് ആയതുകൊണ്ട് സിംഗുലർ ആയിട്ടുള്ള വെർബ് അവിടെ സ്യൂട്ടബിൾ ആവത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഹാസ് ബീൻ ഡെവലപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഔട്ടായി. ഓക്കെ, ഇനി ഡെവലപ്പ് എന്ന് പറയുന്നത് അത് സിമ്പിൾ പ്രസൻറ്റ്. അങ്ങനെ റിസർച്ചേഴ്സ് ഡെവലപ്പ് ന്യൂ ടെക്നോളജീസ് എന്ന് പറയുമ്പോഴത്തേന് അതവിടെ സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് മാറുന്നു. സിമ്പിൾ ഫ്യൂച്ചർ അല്ല, സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് മാറുന്നു. അപ്പം നിയർ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യുക? അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജീസ് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു കണ്ടിന്യൂസ് ടെൻസ് അല്ലേ അവിടെ വരേണ്ടത്. അപ്പം ആൻസർ ഏതാ വരുന്നത്? ആർ ഡെവലപ്പിംഗ്. വാസ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ? ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ പുതിയ ടെക്നോളജീസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ടെൻസ് വരണം? ആർ ഡെവലപ്പിംഗ് എന്ന് വരണം. ഓക്കെ, ഇനി സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ദ ബ്ലാങ്ക്. ഗ്രേ ഡാഷ് ഈസ് നോ ഷുവർ സൈൻ ഓഫ് അറ്റൈനിങ് വിസ്ഡം. ഗ്രേ ഡാഷ് എന്ന് പറയുന്നത് എന്തിൻ്റെ സൈൻ അല്ല? വിസ്ഡം അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഷുവർ സൈൻ അല്ല എന്നാണ് പറയുന്നത്. ഗ്രേ ഡാഷ് ഈസ് നോട്ട് ദ ഷുവർ സൈൻ ഓഫ് അറ്റൈനിങ് വിസ്ഡം അറ്റൈൻ ചെയ്തതിന് ഗ്രേ ഡാഷ് ഒരിതല്ല, ഷുവർ സൈൻ അല്ല. എന്താണ്? ഗ്രേ ഹെയർ ആണോ? HEIR ഹെയർ ആണോ? AIR ഗ്രേ എയർ ആണോ? അത് ഗ്രേ ഹെയർ ആണോ? HARE എന്നുള്ള ഹെയർ ആണോ? അത് HAIR ഹെയർ തലമുടി എന്നുള്ള ഹെയർ ആണോ?
ഏതാണ് അവിടെ വരേണ്ടത്? ഗ്രേ ഡാഷ് ഈസ് നോട്ട് ഷുവർ സൈൻ ഓഫ് അറ്റൈനിങ് വിസ്ഡം. അതായത് ആ സെൻറ്റൻസ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ പറയും ഗ്രേ ഹെയർ HEIR ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസസ്റ്റർ ആണ് അല്ലേ? എന്താ പറയുന്നത്, നമ്മുടെ പിൻഗാമികളാണ് ഗ്രേ ഹെയർ, ആൻസസ്റ്റേഴ്സ് ആണ്. ഹെയർ എന്ന് വെച്ചാൽ എന്താണ്? ആൻസസ്റ്റേഴ്സ് ആണ്. അത് എന്തായാലും അവിടെ പറ്റത്തില്ല. ഗ്രേ HEIR എന്തായാലും പറ്റത്തില്ല. AIR എന്ന് പറയുന്ന വേർഡ് അവിടെ പറ്റത്തില്ല. ഗ്രേ കളർ എയർ എന്ന് പറയുന്നത് വിസ്ഡം അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഷുവർ സൈൻ അല്ല എന്ന് പറ്റത്തില്ല. ഗ്രേ ഹെയർ HRE ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാബിറ്റ് ആണ്, മുയലാണ്. കാട്ടുമുയലിനെ വിളിക്കുന്ന പേരാണ് HRE ഹെയർ, റാബിറ്റ്. ഓക്കെ, അപ്പോൾ ഗ്രേ ഹെയർ അതും പറ്റത്തില്ല. നരച്ച മുടി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഗ്രേ ഹെയർ HIR. ആ ഗ്രേ ഹെയർ എന്നുള്ള ഓപ്ഷനാണ് അവിടെ സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ HAIR എന്ന് പറയുന്ന വേർഡാണ് അവിടെ സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഗ്രേ ഹെയർ ഈസ് നോ ഷുവർ സൈൻ ഓഫ് അറ്റൈനിങ് വിസ്ഡം എന്ന് വരുന്നു. ഓക്കെ, ഗ്രേ ഹെയർ ഈസ് നോ ഷുവർ സൈൻ ഓഫ് അറ്റൈനിങ് വിസ്ഡം. അതായത് പ്രായം കൂടുതലെന്ന് പറഞ്ഞാൽ പ്രായം കൂടുതലുണ്ട് എന്ന് വെച്ചിട്ട് എന്ത് അറ്റൈൻ ചെയ്യണമെന്നില്ല, വിസ്ഡം അറ്റൈൻ ചെയ്യണമെന്നില്ല. അതിന് വിസ്ഡം അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഷുവർ സൈൻ അല്ല എന്തെന്ന് പറയുന്നത്, ഗ്രേ ഹെയർ എന്ന് പറയുന്നത് അല്ലേ, നരച്ച മുടി എന്ന് പറയുന്നത്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് 6 നോക്കാം. റാം ഡ്രോപ്ഡ് ദ ഗ്ലാസ് ആൻഡ് ഇറ്റ് ഷാറ്റേഡ് ഓൺ ദ ഫ്ലോർ. ഡ്രോപ്പ് ഹിയർ മീൻസ് ഡാഷ്. റാം ഡ്രോപ്ഡ് ദ ഗ്ലാസ് ഇറ്റ് ഷാറ്റേഡ് ഓൺ ദ ഫ്ലോർ. ഡ്രോപ്ഡ് ദ ഗ്ലാസ് വെച്ചാൽ താഴോട്ട് വീണിട്ട് ഇറ്റ് ഷാറ്റേഡ് ഓൺ ദ ഫ്ലോർ. അതെല്ലാം അവിടെ ചിന്നിച്ചിതറി. ഷാറ്റേഡ് മീൻസ് ചിന്നിച്ചിതറി തറയിലെല്ലാം വീണു എന്ന് പറയും. അപ്പോൾ ഡ്രോപ്പ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഇവിടെ എന്താണ്? സ്റ്റോപ്ഡ് ദ ഗ്ലാസ് എന്നാണോ, അതോ പേ എ കാഷ്വൽ വിസിറ്റ് എന്നാണോ ഡ്രോപ്പിൻ്റെ മീനിങ്, അതോ അസെൻറ്റ് എന്നാണ്? അസെൻറ്റ് നമ്മൾ പറയത്തില്ലേ, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ, അസെൻറ്റ് ആണോ അതോ ഫോൾ ഓർ ലെറ്റ് ഫോൾ ആണോ? ഫോൾ എന്ന് വെച്ചാൽ താഴോട്ട് വീഴുക എന്നുള്ളതാണോ? നമുക്ക് ആ വേർഡ് കാണുമ്പോൾ തന്നെ അറിയാം. അസെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ASCENT എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോർഡ് മൂവ്മെൻ്റ് ആണ്, മുകളിലോട്ട് പോകുക എന്നാണ്. മുകളിലോട്ട് പോവാം, ഗ്ലാസ് മുകളിലോട്ട് പോകുമ്പോഴാണോ താഴെ വീണ് പൊട്ടുന്നത്, അതോ താഴോട്ട് പോകുമ്പോഴാണോ ഗ്ലാസ് തറയിൽ വീണ് പൊട്ടുന്നത്? താഴോട്ട് പോകുമ്പോഴാണ്. അപ്പം അസെൻറ്റ് ആണോ വരുന്നത്, അതോ ഫോൾ ഓർ ലെറ്റ് ഫോൾ ആണോ? താഴോട്ട് പോകാന്ന് പറഞ്ഞാൽ ഫോൾ ആണ്, തറയിലോട്ട് തറയിലോട്ട് വീണിട്ട് ഇറ്റ് ഷാറ്റേഡ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ തറയിലോട്ട് വീണിട്ട് ഇതെല്ലാം എന്ത് ചെയ്ത് ചിന്നിച്ചിതറി താഴെയെല്ലാം ആയി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അസെൻറ്റ് വരത്തില്ല. അസെൻറ്റ് മീൻസ് മൂവിങ് അപ്പോർഡാണ്, അപ്പോർഡ് മൂവ്മെൻ്റ് ആണ്, ASCENT ഇല്ലയോ? അപ്പോൾ കാഷ്വൽ വിസിറ്റ് എന്തായാലും അവിടെ സ്യൂട്ടബിൾ ആവത്തില്ല. സ്റ്റോപ്ഡ് ദ ഗ്ലാസ് എന്ന് പറയൂ, ഇല്ല. റാം സ്റ്റോപ്ഡ് ദ ഗ്ലാസ് എന്ന് പറയത്തില്ല. അപ്പോൾ ഡ്രോപ്പ് ഹിയർ മീൻസ് ഫോൾ ഓർ ലെറ്റ് ഫോൾ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് മൈ ഫ്ലൈറ്റ് ഗോട്ട് ഡിലേഡ് യെസ്റ്റർഡേ സോ ഐ റീച്ച്ഡ് മൈ ഡാഷ് വെരി ലേറ്റ്. എൻ്റെ ഫ്ലൈറ്റ് ഇന്നലെ വളരെ ഡിലേഡ് ആയിരുന്നു, അതുകൊണ്ട് ഐ റീച്ച്ഡ് മൈ ഡാഷ് വെരി ലേറ്റ്. എൻ്റെ ഡെസിഗ്നേഷനാണോ, ഡെസ്റ്റിനി ആണോ, റാബിൾ ആണോ, അതോ ഡെസ്റ്റിനേഷൻ ആണോ? ഏതാണ് ഇതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, ഒന്ന് നോക്കി ഏതായിരിക്കാം ഇതിനകത്ത്? നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നാണ് റാബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. എന്താണ് റാബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്? എന്താണ്? നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നാണ്. ഓക്കെ, റാബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? റാബിൾ നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നാണ്. അതെന്തായാലും അവിടെ വരത്തില്ല. ഐ റീച്ച്ഡ് മൈ നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ വെരി ലേറ്റ്, അത് വരത്തില്ല. അതായത് മൈ ഫ്ലൈറ്റ് ഗോ ഡിലേഡ് യെസ്റ്റർഡേ, ഇന്നലെ എൻ്റെ ഫ്ലൈറ്റ് ഭയങ്കര ഡിലേഡ് ആയിരുന്നു. ആൻഡ് ഐ റീച്ച്ഡ് മൈ ഡാഷ് വെരി ലേറ്റ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് വളരെ ലേറ്റാണ്. എൻ്റെ ഡെസിഗ്നേഷൻ ആണോ അതോ ഡെസ്റ്റിനേഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ആണ്. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ചേരേണ്ട സ്ഥലം, അതാണ് ഡെസ്റ്റിനേഷൻ അല്ലേ? നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം അല്ലെങ്കിൽ ഫൈനൽ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈറ്റിലാണ്, റാങ്ക് ആണ് ഡെസിഗ്നേഷൻ അല്ലേ? ഞങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ ടൈറ്റിൽ ഓർ റാങ്ക് ആണ്. അതായത് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഡെസ്റ്റിനേഷൻ ആണ്. ഡെസ്റ്റിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫെയ്റ്റ് ആണ്. ഡെസ്റ്റിനി അതെന്തായാലും വരത്തില്ല. റാബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നാണ്. റാബിൾ നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നാണ്. ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ വെരി ലേറ്റ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ 7 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഐ വാസ് റണ്ണിങ് ലേറ്റ് സോ ഒൺലി ഐ ഹാഡ് ടൈം ഫോർ എ ഡാഷ് അവർ. ഐ വാസ് റണ്ണിങ് ലേറ്റ്, ഞാൻ വളരെ ലേറ്റായി. ഐ ഒൺലി ഹാഡ് ടൈം ഫോർ എ, അതുകൊണ്ട് തന്നെ എനിക്ക് സമയം എന്തിനു വേണ്ടി മാത്രമേ ഉള്ളൂ? ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഷവറിന് ടൈമുണ്ടോ, അതോ ക്വിക്കായിട്ടുള്ളൊരു ഷവറിനാണോ, അതോ റിലാക്സ്ഡ് ആണോ, അതോ ലോങ് ആയിട്ടുള്ള ഷവറിനാണോ എനിക്ക് ടൈമുള്ളത്? ഞാൻ വളരെ ലേറ്റായി ഇല്ലയോ? എനിക്ക് ആകെ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയുള്ള ഷവറിനുള്ള സമയമുള്ളത്?
ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഷവർ കുളിക്ക് സമയമില്ല, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കുളിക്ക് സമയമില്ല, ലോങ് ആയിട്ടുള്ള ഒരു ഷവറിന് സമയമില്ല. പിന്നെ എങ്ങനെ മാത്രമേ ഉള്ളൂ, അപ്പോൾ ക്വിക്കായിട്ടുള്ള ഒരു ഷവറിന് മാത്രമേ എനിക്ക് എന്തുള്ളൂ, ടൈമുള്ളൂ, അല്ലയോ? അപ്പോൾ ഐ ഓൺലി ഹാഡ് ടൈം ഫോർ എ ക്വിക്ക് ഷവർ എന്ന് പറയുന്നു. അത് എളുപ്പമല്ലായിരുന്നു, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഷീ ഈസ് ദ വൺ ഹു ഡാഷ് ദ ഷീ ഈസ് ദ വൺ ഡാഷ് വൺ ദ അവാർഡ്. ഷീ ഈസ് ദ വൺ ഡാഷ് വൺ ദ അവാർഡ്. ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. അതായത് ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്രോനൗൺ ആണെങ്കിൽ സബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വിച്ച്, ഹൂസ്, ഹും എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ അല്ല, ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ സബ്ജക്റ്റീവ് പ്രോനൗണിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. രണ്ട് റിലേറ്റീവ് പ്രോനൗൺസ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. സബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ട് ഷീയും ഒബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഹുമ്മും യൂസ് ചെയ്യണമെന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പം രണ്ട് പ്രോനൗൺ ഉണ്ട്. ഏതൊക്കെയാണ്? സബ്ജക്റ്റീവ് പ്രോനൗണും ഉണ്ട്, ഒബ്ജക്റ്റീവ് പ്രോനൗണും ഉണ്ട്. അപ്പം ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്രോനൗൺ ആയതുകൊണ്ട് സബ്ജക്റ്റീവ് പ്രോനൗൺസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മൾ ഹൂ ഉപയോഗിക്കണം. ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് ഹും യൂസ് ചെയ്യണം. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എന്ന് പറയുന്ന സബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഹൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ഏതാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എന്ന് പറയുന്ന സബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹൂ ആണ്. മീ, അസ്, യു, ഹിം, ഹർ, ഇറ്റ്, ദം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പ്രോനൗണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് അത് ഹും ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷീ എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് പറയുന്നത് അതൊരു സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. സബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഹൂ ആണ് യൂസ് ചെയ്യേണ്ടത്, അതറിഞ്ഞിരിക്കുക. സബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ട് ഹൂവും ഒബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഹുമ്മുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഷീ ഈസ് ദ വൺ ഹൂ വൺ ദ അവാർഡ് എന്ന് വന്നു. ഓക്കെ. അടുത്തത്, യുവർ ടങ് ഗീവ്സ് യു ഇൻഫോർമേഷൻ അബൌട്ട് ദ ടേസ്റ്റ് ഓഫ് യുവർ ഫുഡ് ബട്ട് യുവർ സെൻസ് ഓഫ് സ്മെൽ ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ വെൻ യു ബ്രീത്ത് എയർ ഔട്ട് ഡാഷ് ഈറ്റിങ്. ആക്ച്വലി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. യുവർ ടങ് ഗീവ്സ് യു ഇൻഫർമേഷൻ അബൌട്ട് ദ ടേസ്റ്റ് ഓഫ് ഫുഡ് ബട്ട് യുവർ സെൻസ് ഓഫ് സ്മെൽ ഓൾസോ പ്ലേസ് എ റോൾ വെൻ യു ബ്രീത്ത് എയർ ഔട്ട് ഡാഷ് ഈറ്റിങ്. അതായത് നമ്മുടെ ഈ ടങ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. പക്ഷേ അതിൻ്റെ സ്മെല്ലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആ സെൻസ് ഓഫ് സ്മെൽ ഉണ്ടല്ലോ, അതിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. വെൻ യു ബ്രീത്ത് എയർ ഔട്ട് വൈൽ ഈറ്റിംഗ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇൻ ഈറ്റിംഗ് ആണോ വരുന്നത്, വൈൽ ഈറ്റിംഗ് ആണോ, ഫ്രം ഈറ്റിംഗ് ആണോ, വിത്ത് ഈറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈറ്റ് ചെയ്യുന്ന സമയത്ത്, കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ കഴിക്കുന്ന ഫുഡിൻ്റെ സ്മെല്ലിനും ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ നാക്കിന് മാത്രമല്ല നമ്മുടെ ആ സെൻസ് ഓഫ് സ്മെല്ലിനും എന്തുണ്ട്, നല്ലൊരു പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അത് വൈൽ ഈറ്റിംഗ് ആണ് വരുന്നത്. അവിടെ ആൻസറായിട്ട് വരുന്നത് എന്താണ്, വൈൽ ഈറ്റിംഗ്. അറ്റ് ദ സെയിം ടൈം നടക്കുന്ന പ്രോസസ്സാണ് അല്ലേ. സെയിം ടൈം നടക്കുന്ന പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈലാണ് യൂസ് ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ വൈൽ വേണം യൂസ് ചെയ്യാൻ. സോ ഹിയർ ദ ആൻസർ ഈസ് വൈൽ. അപ്പോൾ നമ്മളിവിടെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്തു. അടുത്തത്, അപ്പം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റാബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റാബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ ആണ്. നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ. ഹൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൂ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ടും ഹും എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പ്രോനൗൺസിന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹിയർ ദ ആൻസർ ഈസ് വൈൽ. ഇനി അടുത്തത്, വി വിൽ കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഡാഷ് വിത്തൗട്ട് എക്സ്റ്റേണൽ ഹെൽപ്പ്. വി വിൽ കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് വൺ സെൽഫ് ആണോ, അതോ അവർ സെൽസ് ആണോ, ഇറ്റ് സെൽഫ് ആണോ, ദം സെൽസ് ആണോ? ഇതിനകത്ത് ഏതാണ് എന്നറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ സബ്ജക്റ്റ് നോക്കണം. ഇതിനകത്ത് റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ അവർ സെൽസും ഇറ്റ് സെൽഫും ദം സെൽസും എല്ലാം റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആണ്. ഈ റിഫ്ലെക്സീവ് പ്രോനൗൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിയിലാണ്. വി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ അത് അവർ സെൽസ് ആണ്. എന്താണ്? അവർ സെൽസ് ആണ്. അപ്പോൾ വി വിൽ കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് അവർ സെൽസ് വിത്തൗട്ട് എക്സ്റ്റേണൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ദേ ആണ് വന്നിരുന്നതെങ്കിൽ അവിടെ എന്ത് വന്നേനെ, ദം സെൽസ് വന്നേനെ അല്ലേ. ഇറ്റാണ് വന്നതെങ്കിൽ ഇറ്റ് സെൽഫ് വന്നേനെ അല്ലേ. അപ്പം വിയുടേതാണ് അവർ സെൽസ്, ഐയുടേതാണെന്നുണ്ടെങ്കിൽ എന്താണ്, മൈ സെൽഫ് ആണ് വന്നേനെ. ഐയുടെ എന്താണ്, മൈ സെൽഫ്. ഐ എന്ന് പറയുന്ന പ്രോനൗണിൻ്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണ്, മൈ സെൽഫ് ആണ്. വി എന്ന് പറയുന്നതിൻ്റെതാണ് അവർ സെൽസ്. യു എന്ന് പറയുന്നതിൻ്റെത് യുവർ സെൽഫ് ആണ്. ഷീ എന്ന് പറയുന്നതിൻ്റെത് ഹെർ സെൽഫ് ആണ്. ഹി എന്ന് പറയുന്നതിൻ്റെത് ഹിംസെൽഫ് ആണ്. ഇറ്റ് എന്ന് പറയുന്നതിൻ്റെത് ഇറ്റ് സെൽഫ് ആണ്.
ദേ എന്ന് പറയുന്നത് ദംസെൽസ് ആണ്. ഇവിടെ ഇപ്പം വി ആണ് സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് വന്നു? അവർ സെൽസ് എന്ന് വന്നു. ഓക്കെ, അവർ സെൽസ് എന്ന് വന്നു. അടുത്തത്, ദ ഓർഗനൈസേഷൻ ഡാഷ് എ മേജർ ക്യാമ്പയിൻ ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ലിവിങ് ലാസ്റ്റ് ഇയർ. അതിനകത്ത് ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന ഒരു വേർഡ് കിടപ്പുണ്ട്. അപ്പോൾ അതൊരു ടൈം ആഡ്വർബായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് തരുന്ന സെൻറ്റൻസിനകത്ത് ലാസ്റ്റ് ഇയർ എന്നോ ലാസ്റ്റ് മന്ത് എന്നോ ലാസ്റ്റ് വീക്ക് എന്നോ ലാസ്റ്റ് ഡേ എന്നോ ലാസ്റ്റ് നൈറ്റ് എന്നോ ലാസ്റ്റ് ഇയർ എന്നോ ഇങ്ങനെയൊക്കെയുള്ള വേർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. ഏതൊക്കെയാണ്? ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് നൈറ്റ്. ഏതൊക്കെയാണ്? ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് നൈറ്റ്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വേർഡുകളൊക്കെ ഉള്ള സെൻറ്റൻസ് ഏത് ടെൻസ് ആയിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണമെങ്കിൽ ഏത് വേർഡ് പറയണം? സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. സബ്ജക്റ്റ് പ്ലസ് V2 ലോഞ്ച് ആണോ, ലോഞ്ചിങ് ആണോ, ലോഞ്ചസ് ആണോ, ലോഞ്ച്ഡ് ആണോ? അപ്പോൾ V2 ആയതുകൊണ്ട് ലോഞ്ച്ഡ് എന്നുള്ള വേർഡ് വന്നു. ലോഞ്ച്ഡ് അല്ലേ? അപ്പോൾ ദ ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് എ മേജർ ക്യാമ്പയിൻ ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ലിവിങ് ലാസ്റ്റ് ഇയർ എന്ന് വന്നു. അപ്പം നമ്മൾ എങ്ങനെ ലോഞ്ച്ഡ് എന്നുള്ള ആൻസറിലേക്ക് പോയത് ക്വസ്റ്റ്യനകത്ത് തന്നെ അതിനകത്ത് അതിൻ്റെ ക്ലൂ ഉണ്ടായിരുന്നു അല്ലേ? അതിനകത്തുള്ള ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന വേർഡ് അതിനകത്ത് കിടക്കുന്നത് കൊണ്ട് അതിനകത്ത് നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ ശരിയാവത്തുള്ളൂ. സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. സബ്ജക്റ്റ് പ്ലസ് V2 എന്ന് പറയുമ്പോഴത്തേന് വെർബിൻ്റെ സെക്കൻഡ് ഫോം വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷനകത്ത് V2 ആയിട്ട് കിടക്കുന്ന ഓപ്ഷൻ ലോഞ്ച്ഡ് ആണ്. അതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. അപ്പോൾ ലാസ്റ്റ് ഡേയോ ലാസ്റ്റ് വീക്കെന്നോ ലാസ്റ്റ് മന്ത് എന്നോ ലാസ്റ്റ് ഇയർ എന്നോ ലാസ്റ്റ് നൈറ്റ് എന്നോ വന്നാൽ എസ്റ്റർഡേയോ എന്നൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിലായിരിക്കണം പോകേണ്ടത്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിൽ. The company is dash financial difficulties due to declining sales. The company is doing ആണോ അതോ the company is എന്താ പറയുന്നത് ഫേസിങ് ആണോ അതോ ചലഞ്ചിങ് ആണോ അതോ ഡയറക്റ്റിംഗ് ആണോ? ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഡിക്ലൈനിങ് ആയിട്ടുള്ള സെയിൽസ് ആണ്. ഡിക്ലൈനിങ് ആയിട്ടുള്ള സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ചയാണ്. സെയിൽസിൻ്റെ തകർച്ചയാണ്, താഴോട്ട് പോവുകയാണ്, ഡിക്ലൈനിങ് ആണ്. അപ്പം നഷ്ടമല്ലേ എന്തെങ്കിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അവരെന്ത് ചെയ്യുകയാണ്? ഡൂയിങ് ആണോ, ഫേസിങ് ആണോ, ചലഞ്ചിങ് ആണോ, ഡയറക്റ്റിംഗ് ആണോ? ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അവരെന്ത് ചെയ്യുകയാണ്? കമ്പനി ഫേസ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? കമ്പനി ഈസ് ഫേസിങ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഡ്യൂ ടു ഡിക്ലൈനിങ് സെയിൽസ്. അപ്പോൾ ആൻസർ എന്താ വന്നു? ഫേസിങ് എന്ന് വരുന്നു അല്ലയോ? ദ കമ്പനി ഈസ് ഫേസിങ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഡ്യൂ ടു ഡിക്ലൈനിങ് സെയിൽസ് എന്ന് വന്നു. ഓക്കെ, അപ്പം എന്താ പറയുക? ഡിക്ലൈനിങ് സെയിൽസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് നമ്മൾ അങ്ങനെ അതിലോട്ട് പോയത്. ഡിക്ലൈനിങ് ആയിട്ടുള്ള സെയിൽസ് ആണ്. ഡിക്ലൈനിങ് ആയിട്ടുള്ള സെയിൽസ് എന്ന് വെച്ചാൽ സെയിൽസിൻ്റെ തകർച്ചയാണ്, താഴോട്ട് പോവുകയാണ്, ഡിക്ലൈനിങ് ആണ്. ഡിക്ലൈനിങ് വെച്ചാൽ താഴോട്ട് പോവുകയാണ്. സെയിൽസ് താഴോട്ട് പോകുകയെന്ന് വെച്ചാൽ നഷ്ടം ഉണ്ടാകാമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അവരെന്ത് ചെയ്യുകയാണ്? ഫേസ് ചെയ്യുകയാണ്. ഓക്കെ, the concert tickets were sold out within minutes, leaving many fans dash. കൺസേർട്ട് ടിക്കറ്റ്സ് ഭയങ്കര വേഗത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ സോൾഡ് ഔട്ടായി അല്ലേ? ലീവിങ് മെനി ഫാൻസ് ഡാഷ്. അതുകൊണ്ട് തന്നെ പകുതി ആൾക്കാരും നിരാശരായി അല്ലേ? അതുകൊണ്ട് തന്നെ പകുതി ഫാൻസുകാരും എന്ത് ചെയ്തു? നിരാശരായി. സാറ്റിസ്ഫൈഡ് ആകത്തില്ല, ക്ലിയർ ആവത്തില്ല. കാരണം അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവർ നെഗറ്റീവ് വേർഡാണ് പറയുന്നത്. ലീവിങ് മെനി ഫാൻസ് ഡാഷ്. ഡിസപ്പോയിൻറ്റഡ് ആണോ സ്ക്രീമിങ് ആണോ എന്ന് പറയുന്നത്. മെനി ഫാൻസ് സ്ക്രീമിങ് എന്ന് വരത്തില്ല. സ്ക്രീമിങ് മീൻസ് ക്രൈയിങ് എന്നാണ്. കാരണം ING ഫോം ഓഫ് ദ വേർഡ് വരുന്നില്ലേ? അവിടെ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. ലീവിങ് മെനി ഫാൻസ് സ്ക്രീമിങ് എന്ന് വരത്തില്ല. ലീവിങ് മെനി ഫാൻസ് ഡിസപ്പോയിൻറ്റഡ് എന്ന് വരത്തുള്ളൂ. ലീവിങ് മെനി ഫാൻസ് ഡിസപ്പോയിൻറ്റഡ്. അതുകൊണ്ട് തന്നെ പകുതി ഫാൻസും കുറേ ഫാൻസ് എന്ത് ചെയ്തു? ഒത്തിരി ഫാൻസുകൾ ഡിസപ്പോയിൻറ്റഡ് ആയി എന്ന് വരത്തുള്ളൂ. ഒത്തിരി ഫാൻസ് ഡിസപ്പോയിൻറ്റഡ് ആയി. അപ്പം ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും കൂടുതൽ ഫാൻസുകാരും എന്തായി? ഡിസപ്പോയിൻറ്റഡ് ആയി അല്ലേ? കൂടുതൽ ആൾക്കാരും ഡിസപ്പോയിൻറ്റഡ് ആയി. ഇനി ദ പ്രോജക്റ്റ് മാനേജേഴ്സ് ഡാഷ് അപ്രോച്ച് എൻഷുർഡ് ദാറ്റ് എവറി ആസ്പെക്ട് ഓഫ് ദി പ്രോജക്റ്റ് വാസ് മെറ്റിക്കുലസ്ലി മീൻസ് കെയർഫുള്ളി എന്നാണ്. പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. മെത്തോഡിക്കൽ ആണോ ഇറാറ്റിക് ആണോ? ഇറാറ്റിക് മീൻസ് അൺപ്രഡിക്റ്റബിൾ ആണ്. നെഗ്ലിജൻ്റ് ആണോ അതോ ലാക്സ് ആണോ? ലാക്സ് മീൻസ് നോട്ട് സ്ട്രിക്റ്റ് എന്നാണ്. നോട്ട് സ്ട്രിക്റ്റ്. നെഗ്ലിജൻ്റ് എന്നൊക്കെ പറയാം. നെഗ്ലിജൻ്റ് ആണോ ലാക്സ് ആണോ? ലാക്സ് മീൻസ് നോട്ട് സ്ട്രിക്റ്റ്. ഇറാറ്റിക് മീൻസ് അൺപ്രഡിക്റ്റബിൾ ആണ്.
അതോ മെത്തോഡിക്കലാണോ? അതോ മാനേജേഴ്സ് ഡാഷ് അപ്രോച്ച്? ഇറാറ്റിക് അപ്രോച്ച് എന്ന് പറയുമോ? എൻഷുർ ദാറ്റ് എവറി ആസ്പെക്ട് ഓഫ് ദി പ്രോജക്റ്റ് വാസ് മെറ്റിക്കുലസ്ലി പ്ലാൻഡ് എക്സിക്യൂട്ടഡ്. അപ്പോൾ അതൊരു പോസിറ്റീവ് വേർഡാണ്. പോസിറ്റീവ് വേർഡാണെന്നെങ്കിൽ ലാക്സ് വരത്തില്ല. കാരണം ലാക്സ് ഒരു നെഗറ്റീവ് സെൻസ് വരുന്നൊരു വേർഡാണ്. നോട്ട് സ്ട്രിക്റ്റ് എന്നൊക്കെ ഒരു വേർഡാണ്. റിലാക്സ്ഡ് എന്നൊക്കെ ഒരു വേർഡാണ്. നെഗ്ലിജൻറ്റും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ്. ഇറാറ്റിക്കും അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ എന്നുള്ള വേർഡാണ്. അപ്പോൾ അവിടെ വരേണ്ട ഓപ്ഷൻ ഏതാണ്? മെത്തോഡിക്കലാണ് അല്ലേ? അപ്പം ഇത് വരണം മെത്തോഡിക്കൽ. മാനേജേഴ്സ് മെത്തോഡിക്കൽ അപ്രോച്ച് എൻഷുർഡ് എവറി ആസ്പെക്ട് ഓഫ് ദ പ്രോജക്റ്റ് വാസ് മെറ്റിക്കുലസ്ലി മീൻസ് കെയർഫുള്ളി പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് റാബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? റാബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ ആണ്. റിലാക്സ് എന്താണ്? ലാക്സ്, LAX. ലാക്സ് മീൻസ് എന്താണ്? ലാക്സ്, നോട്ട് സ്ട്രിക്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. റിലാക്സ്ഡ് എന്നൊക്കെ പറയാം. ഓക്കെ. ഇറാറ്റിക് മീൻസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാം. എന്താണ് ഇറാറ്റിക് മൺസൂൺ എന്നൊക്കെ പറയാറില്ലേ? ഇറാറ്റിക് ആയിട്ടുള്ള മൺസൂൺ എന്ന് പറയാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന മഴ, അൺപ്രഡിക്റ്റബിൾ മൺസൂണിനെയൊക്കെ നമ്മൾ ഇറാറ്റിക് മൺസൂൺ എന്ന് പറയാറുണ്ട് കേട്ടോ. ഓക്കെ. അടുത്തത് ദ ഡാഷ് പാർക്ക് വാസ് ഫിൽഡ് വിത്ത് ഡാഷ് ഗ്രാസ്, ടോൾ ട്രീസ് ആൻഡ് വൈബ്രൻറ്റ് ഫ്ലവേഴ്സ് ക്രിയേറ്റിംഗ് എ ഡാഷ് റിട്രീറ്റ് ഫോർ ദ സിറ്റീസ് ബിസി റെസിഡൻസ്. ദ ഡാഷ് പാർക്ക് വാസ് ഫിൽഡ് വിത്ത് സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കാണോ, ഗ്രീൻ പാർക്കാണോ, പീസ്ഫുൾ ആയിട്ടുള്ള പാർക്കാണോ, അതോ ഗ്രീൻ പാർക്കാണോ? ഗ്രീൻ പാർക്കാണോ, പീസ്ഫുൾ പാർക്കാണോ, സ്പേഷ്യസ് പാർക്കാണോ? കാരണം 2 ഗ്രീൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഫിൽഡ് വിത്ത് ഡാഷ് ഗ്രാസ്. ഗ്രാസ് എന്ന് പറയുന്ന വേർഡിൻ്റെ നമുക്ക് അത് നോക്കാം. രണ്ടാമത്തത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഗ്രീൻ ഗ്രാസ് ആണോ, പീസ്ഫുൾ ആയിട്ടുള്ള ഗ്രാസ് ആണോ, അതോ സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്രാസ് ആണോ? നമുക്കറിയാം ഗ്രീൻ ആയിട്ടുള്ള ഗ്രാസ് ആണെന്ന് വരത്തുള്ളൂ അല്ലേ? ഗ്രീൻ ഗ്രാസ് എന്നേ വരത്തുള്ളൂ. ഗ്രീൻ ഗ്രാസ് എന്താ വരത്തുള്ളൂ? ഗ്രീൻ ഗ്രാസ്. അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഗ്രീനായിട്ട് വരുന്നത് ഏത് ഓപ്ഷൻ മാത്രമാണ്? ഫസ്റ്റ് ഓപ്ഷനാണ് അല്ലേ? അപ്പം സ്പേഷ്യസ് പാർക്ക് വാസ് ഫിൽഡ് വിത്ത് ഗ്രീൻ ഗ്രാസ്, ടോൾ ട്രീസ് ആൻഡ് വൈബ്രൻറ്റ് ഫ്ലവേഴ്സ് ക്രിയേറ്റിംഗ് എ പീസ്ഫുൾ റിട്രീറ്റ് ഫോർ ദ സിറ്റീസ് ബിസി റെസിഡൻസ്. അപ്പം ഓപ്ഷൻ നമ്പർ 1 ആണ്. നമുക്ക് 1ലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റി. എങ്ങനെയാണ്? സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്ക് വാസ് ഫിൽഡ് വിത്ത് എങ്ങനെയൊക്കെയാണ്? ഗ്രീൻ ആയിട്ടുള്ള ഗ്രാസ്, ടോൾ ആയിട്ടുള്ള ട്രീസ്, വൈബ്രൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ക്രിയേറ്റിംഗ് എ ഇതൊക്കെ എന്ത് ക്രിയേറ്റ് ചെയ്തു? ക്രിയേറ്റിംഗ് എ പീസ്ഫുൾ ആയിട്ടുള്ള റിട്രീറ്റ് ഫോർ ദ സിറ്റീസ് ബിസി റെസിഡൻസ് അല്ലേ? സിറ്റിയിലെ ബിസി റെസിഡൻസിനെല്ലാം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിട്രീറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഷീ ഈസ് നോൺ ഫോർ ഹെർ ഡാഷ് സ്പിരിറ്റ് ഓൾവേസ് ഹെൽപ്പിംഗ് ഇൻ നീഡ്. ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ ഈസ് നോൺ ഫോർ ഹെർ ഡാഷ് സ്പിരിറ്റ് ഓൾവേസ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നീഡ്. ആവശ്യമുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നാണ്. അപ്പം അവിടെ വരേണ്ട ഒരു വേർഡും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഷീ ഈസ് നോൺ ഫോർ ഹെർ ഡാഷ് സ്പിരിറ്റ്. അപ്പോൾ സെൽഫിഷ് എന്ന് പറയുന്ന വേർഡ് ഒരു നെഗറ്റീവ് വേർഡാണ്. ജനറസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വേർഡാണ്. ജനറസ് മീൻസ് എന്താണ്? കൈൻഡാണ്. മറ്റുള്ളവരെല്ലാം ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയുള്ള ആൾക്കാരാണ് ജനറസ് എന്ന് പറയുന്നത്. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശുക്കാണ്. ഭയങ്കര മൈസേർലി ആയിട്ടുള്ള പിശുക്ക് മീനായിട്ടുള്ളതാണ്. ഗ്രീഡി എന്ന് വെച്ചാൽ അത്യാഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഈ പോസിറ്റീവ് സെൻറ്റൻസിൽ ഒരു കാരണവശാൽ നെഗറ്റീവ് സെൻസുള്ള ഒരു വേർഡ് കയറി വരത്തില്ല. അപ്പോൾ നെഗറ്റീവ് സെൻസുള്ള വേർഡുകളാണ് സെൽഫിഷ് ഉണ്ട്, മീനുണ്ട്, ഗ്രീഡി ഉണ്ട്. ഈ 3 വേർഡും അവിടെ സ്യൂട്ടബിൾ ആവത്തില്ല. അപ്പോൾ പിന്നെ ഏത് വേർഡേ അവിടെ സ്യൂട്ടബിൾ ആകത്തുള്ളൂ? ജനറസ് മീൻസ് കൈൻഡായിട്ടുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്. ഓൾവേസ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നീഡ്. അവർക്ക് എന്തെങ്കിലും സ്വഭാവമുണ്ട്. ഓൾവേസ് ഹെൽപ്പിംഗ് അതേഴ്സിന് ആവശ്യമുള്ള ആൾക്കാരെല്ലാം എപ്പോഴും എന്ത് ചെയ്യാൻ സഹായിക്കുന്ന സ്വഭാവമുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? അവൾ അല്ലേ? അവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആൻസർ ഈസ് ജനറസ് മീൻസ് കൈൻഡ്. ഓക്കെ. Next one, the firing process used in terracotta production typically requires lower temperatures dash to other ceramics and building materials like concrete or metals. അതായത് ഇതിനകത്ത് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ക്ലൂ ആ ക്വസ്റ്റ്യനിലുണ്ട്. ഡാഷ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്. ഒരു ടു എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്. ടു ഡാഷ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ടു എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ വന്നിരിക്കുന്നത്. ആ ടു എന്ന് പറയുന്ന വേർഡ് ചേരുന്നത് അറ്റംപ്റ്റഡ് ആണോ, ഹാർമണി ആണോ, കമ്പയർഡ് ആണോ, ഇക്വേറ്റഡ് ആണോ? ഈ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേരുന്നത് കമ്പയർഡ് എന്ന് പറയുന്ന വേർഡിന് മാത്രമേ ചേരത്തുള്ളൂ. ഏതാണ്? ടു എന്ന് പറയുന്ന ഈ കൂട്ടത്തിൽ ഈ 4 വേർഡിൽ അറ്റംപ്റ്റഡ് ടു എന്ന് പറയത്തില്ല, ഹാർമണി ടു എന്ന് പറയത്തില്ല, ഇക്വേറ്റഡ് ടു എന്ന് പറയത്തില്ല. പിന്നെ എങ്ങനെ പറയത്തുള്ളൂ? കമ്പയർഡ് ടു അതർ സെറാമിക്സ് എന്നേ പറയത്തുള്ളൂ അല്ലേ? അപ്പോൾ ദ ഫയറിംഗ് പ്രോസസ് യൂസ്ഡ് ഇൻ ടെറാക്കോട്ട പ്രൊഡക്ഷൻ ടിപ്പിക്കലി റിക്വയേഴ്സ്
lower temperatures compared to other ceramics and building materials like concrete or മെറ്റൽസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് പോയത് ബ്ലാങ്കിന് ശേഷം കിടക്കുന്ന പ്രിപ്പോസിഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാ പ്രിപ്പോസിഷനും ഒന്നും എല്ലാ വേർഡ്സിനും എന്താവത്തില്ല, സ്യൂട്ടബിൾ ആവത്തില്ല. ചില വേർഡ്സിന് ചില വേർഡ്സുകളെ പ്രിപ്പോസിഷൻസ് സ്യൂട്ടബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതേപോലെ ആ ടു എന്ന് പറയുന്ന വേർഡ് ആ ഒരു കമ്പയർഡ് എന്ന് പറയുന്ന വേർഡിന് മാത്രമേ സ്യൂട്ടബിൾ ആകുന്ന വേർഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തിലേക്ക് പോകാൻ പറ്റി, ആൻസറിലേക്ക് പോകാൻ പറ്റി. സോ ആൻസർ ഈസ് കമ്പയർഡ് ടു എന്നേ പറയത്തുള്ളൂ കേട്ടോ. അറ്റംപ്റ്റഡ് ടു എന്നും ഹാർമണി ടു എന്നും ഇക്വേറ്റഡ് ടു എന്നൊന്നും നമ്മൾ പറയത്തില്ല. ഓക്കെ, ഇനി ഫംഗൈ ആർ ടൈനി ഓർഗാനിസംസ് ഫൗണ്ട് എവ്രിവെയർ ഇൻ നേച്ചർ, ഇൻ അവർ ഹോംസ് ആൻഡ് ഈവൻ ഇൻ ആൻഡ് ഓൺ ഡാഷ് ബോഡീസ്. യുവർ ആണോ, ദെയർ ആണോ, മൈ ആണോ, അവർ ആണോ. അതായത് എല്ലാ റിഫ്ലെക്സീവ് പ്രോനൗണിലും ഇതും തന്നിട്ടുണ്ട്. അവർ എന്താ പറയുക, പൊസസീവ് അഡ്ജക്റ്റീവ്സ് തന്നിട്ടുണ്ട്. മൈ ഉണ്ട്, അവർ ഉണ്ട്, യുവർ ഉണ്ട്, ദെയർ ഉണ്ട്. അതായത് സെൻറ്റൻസ് തുടക്കത്തിൽ നിന്ന് വായിച്ചു വന്നത് ഫംഗി ആർ ടൈനി ഓർഗാനിസംസ് ഫൗണ്ട് എവരിവെയർ ഇൻ നേച്ചർ ആൻഡ് ഇൻ അവർ ഹോംസ്. അവർ ഹോംസ്, അവിടെ ഒരു അവർ ഉണ്ട് അല്ലേ, അവർ ഹോംസ് ആൻഡ് ഈവൻ ഇൻ ആൻഡ് ഓൺ ഡാഷ് ബോഡീസ്. പിന്നെ നമ്മുടെ ശരീരത്തിലും ഉണ്ട്, നമ്മുടെ ഹോംസിലും ഉണ്ട്. അപ്പം ഫംഗസ് എന്ന് പറയുന്ന അല്ലെ ഫംഗി എന്ന് പറയുന്ന ടൈനി ഓർഗാനിസംസ് ആണ്, എല്ലായിടും കാണപ്പെടുന്നതുമാണ്. നേച്ചറിൽ നമ്മുടെ വീടുകളിലും ഉണ്ട്, പിന്നെ എവിടെയും ഉണ്ട്, നമ്മുടെ ശരീരത്തിലും ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ ഏത് പറയണം, അവർ എന്ന് പറയണം. നമ്മുടെ എന്ന് പറയുമ്പോൾ ഏത് പറയണം, അവർ എന്ന് പറയണം. ഓക്കെ, ഇനി they are dash on the current projects of construction. they are dash, they are make എന്ന് വരത്തില്ല, they are having എന്ന് വരത്തില്ല, they are making എന്ന് പറയാൻ they are inviting progress. അതോ മേക്കിംഗ് പ്രോഗ്രസ് ആണോ, ഇതിനകത്ത് ഏതാണ് ഒന്നാണ്, സി ആണോ ഡി ആണോ. കാരണം എ എന്തായാലും സ്യൂട്ടബിൾ ആകത്തില്ല, കാരണം ആർ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വെർബാണ് വരേണ്ടത് അല്ലേ. അപ്പം മേക്ക് എന്ന് വരത്തില്ല, they are make progress on the current projects of construction എന്ന് വരത്തില്ല, അത് വരത്തില്ല. പിന്നെ ഏതാ വരുന്നത്, ഹാവിങ് വരത്തില്ല, they are having അവർക്കുണ്ട്, ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്നതല്ല അത്. they are making progress ആണ്, they are inviting progress on the current projects of construction ആണെന്ന് വെച്ചാൽ they are making progress. എന്താ വരുന്നത്, they are making progress on the current projects of construction എന്ന് വരുന്നത്, they are making progress. ഓക്കെ, അപ്പം 20 ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്തു. അതിനകത്ത് എന്താ പഠിച്ചു, ലാക്സ് എന്ന് പറയുന്ന റാബിൾ എന്ന് പറയുന്ന വേർഡ് പഠിച്ചു. റാബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്, നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ ആണ്. ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോട്ട് സ്ട്രിക്റ്റ് ആണ്. പിന്നെന്താ പഠിച്ചത്, ഹുമ്മും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ഹൂ ഈസ് യൂസ്ഡ് ഫോർ സബ്ജക്റ്റീവ് പ്രോനൗൺ ആൻഡ് ഹും ഈസ് യൂസ്ഡ് ഫോർ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പഠിച്ചു. പിന്നെന്താണ്, വി എന്ന് പറയുന്ന റിഫ്ലെക്സീവ് പ്രോനൗൺസ് പഠിച്ചു. ഐയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ മൈസെൽഫ് ആണ്, വിയുടേത് അവർ സെൽഫ് ആണ്, യുവിൻ്റെത് യുവർ സെൽഫ് ആണ്, ഹീയുടേത് ഹിംസെൽഫ് ആണ്, ഷീയുടേത് ഹെർ സെൽഫ് ആണ്, ഇറ്റിൻ്റെ ഇറ്റ് സെൽഫ് ആണ്, ദേയുടേത് ദം സെൽസ് ആണ്. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിഫ്ലെക്സീവ് പ്രോനൗൺസ് കൊടുക്കാൻ. ഓക്കെ, the security officer ordered the group dash the premises immediately. to left എന്ന് പറയത്തില്ല, കാരണം ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ്റെ കൂടെ ഒരു കാരണവശാലും V2 V3 നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് V2 ആണ്. ലെഫ്റ്റ്, ലീവ് ലെഫ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ലീവ് LEAVE, ലീവ് ലെഫ്റ്റ്. അപ്പോൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ്റെ കൂടെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ V2 V3 നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ദ സെക്യൂരിറ്റി ഓഫീസർ ഓർഡേർഡ് ദ ഗ്രൂപ്പ് ടു ലെഫ്റ്റ് എന്നുള്ളത് ഔട്ടായി. ലീവിങ് ദ ഗ്രൂപ്പ് പ്രമിസസ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയത്തില്ല, ലീവിങ് ദ ഗ്രൂപ്പ് എന്ന് പറയത്തില്ല, ലെഫ്റ്റ് ദ ഗ്രൂപ്പ് എന്ന് പറയത്തില്ല. ദ സെക്യൂരിറ്റി ഓഫീസർ ഓർഡേർഡ് ദ ഗ്രൂപ്പ് ലെഫ്റ്റ് ദ പ്രമിസസ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയത്തില്ല. അപ്പോൾ പിന്നെ ആൻസറായിട്ട് വരാൻ പറ്റുന്ന ആർക്ക് മാത്രമാണ്, ബി മാത്രമാണ്, ടു ലീവ് ദ ഗ്രൂപ്പ് പ്രമിസസ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ദ സെക്യൂരിറ്റി ഓഫീസർ ഓർഡേർഡ് ദ ഗ്രൂപ്പ് ടു ലീവ് ദ പ്രമിസസ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു അല്ലേ. ടു ലീവ് LEAVE ആണ്, ടു ലീവ് ദ ഓഫീസ് ദ പ്രമിസസ് ഇമ്മീഡിയറ്റ്ലി എന്ന് വന്നു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് ദ ബാങ്ക് വിൽ ഡാഷ്, എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, പോസിബിൾ അല്ല ആരെ സംബന്ധിച്ചിടത്തോളം, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. ഫൊർഗീവ് എ ഡെപ്റ്റ്, ഫൊർഗീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പാക്കുക, പൊറുക്കുക. ഓക്കെ, മാപ്പ് നൽകുക, വേണ്ടെന്ന് വെക്കുക. ഓക്കെ, ഫോർമാറ്റ് എ ഡെപ്റ്റ് ആണ്, ഫോളോ എ ഡെപ്റ്റ് ആണ്, ഫ്രാഗ്മെൻറ്റ് എ ഡെപ്റ്റ് ആണ്. ഫ്രാഗ്മെൻറ്റ് മീൻസ് ബ്രേക്ക് ഇൻ ടു പീസസ് ആണ് ഫ്രാഗ്മെൻറ്റ്. ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് എ ബാങ്ക് വിൽ ഡാഷ്, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആണ് കടം എന്ത് ചെയ്യുക, വേണ്ട എന്ന് വെക്കുക എന്നുള്ളത്. അപ്പം വേണ്ട എന്ന് വെക്കുക അല്ലെങ്കിൽ മാപ്പാക്കുക എന്നൊക്കെ മീനിങ് വരുന്ന ഏതാണ്, ഫൊർഗീവ് ആണ്.
It is impossible that the bank will forgive the debt. It is impossible that the bank will forgive a debt എന്നുള്ളത് വരും. ഓക്കെ, ഇനി ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് കംപ്ലീറ്റഡ് ദർ അസൈൻമെൻറ്റ്സ് എന്ന് പറയും. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് കംപ്ലീറ്റഡ് ദർ അസൈൻമെൻറ്റ്സ്. ഈച്ച് ഓഫിൻ്റെ റൂൾ എന്താണ്? ഈച്ച് ഓഫ് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം. ഈച്ച് ഓഫിൻ്റെ കൂടെ വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും വെർബ് സിംഗുലർ ആയിരിക്കണം. ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബാണ്. ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് എന്നാണ് വരേണ്ടത്. എന്താണ് ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. ഓക്കെ, അപ്പോൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഡാഷ് കംപ്ലീറ്റഡ് ദെയർ അസൈൻമെൻറ്റ്സ്. കംപ്ലീറ്റഡ് എന്നുള്ളത് വെർബിൻ്റെ ഏത് ഫോമാണ്? V3 ആണ്. അപ്പോൾ V3ക്ക് എന്തായാലും നമ്മൾ വില്ല് ചേരത്തില്ല. 6 ചേരുമോ? ഇല്ല. 6നും വേറിനും എല്ലാം V4 ചേരുന്നത്. ആർ കംപ്ലീറ്റഡ് അസൈൻമെൻറ്റ്സ് ഇതില്ല. വേർ കംപ്ലീറ്റഡ് ദെയർ അസൈൻമെൻറ്റ്സ് അങ്ങനെ പറയത്തില്ല. അപ്പോൾ അത് പാസീവ് വോയിസ് ആയിരിക്കണം അങ്ങനെ പറയണമെങ്കിൽ. ഓക്കെ, ഇത് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് കംപ്ലീറ്റഡ് ദെയർ അസൈൻമെൻറ്റ്സ്. അപ്പോൾ V3 സ്യൂട്ടബിൾ ആകുന്നത് ഈ ഓപ്ഷൻ അത് ആർക്കാണ്? ഹാസിനാണ്. വില്ലിന് ചേരത്തില്ല. കാരണം വില്ല് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബിന് ചേരുന്നത് V1 ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു മോഡൽ ഓക്സിലറി വെർബ്സിന് ചേരുന്ന വെർബ് ഫോം എപ്പോഴും അത് V1 ആയിരിക്കണം. ഓക്കെ, അടുത്തത് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് V3 ആണ്. V3 എന്ന് പറയുന്നത് വേറിന് ചേരത്തില്ല. വേറിന് V4 ചേരത്തുള്ളൂ. ആറിനും എന്തേ ചേരത്തുള്ളൂ? V4 ചേരത്തുള്ളൂ അല്ലേ? ആറിനും V4 ചേരത്തുള്ളൂ. അതായത് വെർബ് പ്ലസ് ING ചേരത്തുള്ളൂ. വെയർ കംപ്ലീറ്റഡ് എന്ന് വരത്തില്ല. വെയർ കംപ്ലീറ്റിംഗ് എന്ന് പറയത്തുള്ളൂ. ആർ കംപ്ലീറ്റഡ് എന്ന് പറയത്തില്ല. ആർ കംപ്ലീറ്റിംഗ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് V3 ചേരുന്നത് ആർക്കാണ്? V3 ചേരുന്നത് ഹാസിനാണ്. കാരണം ഹാസോ ഹാവോ ഹാഡിനോടൊപ്പം ചേർന്ന് വരുന്നത് എപ്പോഴും V3 ആണ്. ഹാസ്, ഹാവ്, ഹാഡ് ഏതൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ് ഇത് മൂന്നിനും ചേരുന്നത് എപ്പോഴും V3 ആണ്. ഓക്കെ, ഇനി ഡിഡ് യു നോ ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് ഡാഷ് നോട്ട് ബീയിങ് സിക്ക്. ഡിഡ് യു നോ ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നോട്ട് ബീയിങ് സിക്ക് എന്നേ വരത്തുള്ളൂ അല്ലേ? എബൌട്ടേ വരത്തുള്ളൂ. നോട്ട് ജസ്റ്റ് അബൌട്ട് നോട്ട് ബീയിങ് സിക്ക്. ഡിഡ് യു നോ ദാറ്റ് ഹെൽത്ത് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് സിക്ക്. നോട്ട് നമുക്ക് മാറ്റി നിർത്തിയാൽ എങ്ങനെ പറയാം? ഡിഡ് യു നോ ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബീയിങ് സിക്ക്. ആരോഗ്യം എന്ന് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത് വയ്യാതാകുക എന്നത് മാത്രമല്ല. ഡിഡ് യു നോ ദാറ്റ് എന്ന് ചോദിക്കുകയാണ്. ഡിഡ് യു നോ ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് ഡാഷ് നോട്ട് ബീയിങ് സിക്ക്. അവിടെ വരുന്നത് എന്താണ്? എബൌട്ടാണ്. അവിടെ വരുന്നത് എന്താണ്? എബൌട്ട്. ഓക്കെ, much to his astonishment, the once chaotic office was now surprisingly after the new management took over. Chaotic ആയിട്ടുള്ള ഡിസോർഡർ ആയിട്ടുള്ള, chaotic means disorder ആയിട്ടുള്ള ഓഫീസായിരുന്നു. ഓഫീസ് now surprisingly dash after the new management take over. സർപ്രൈസിംഗ്ലി മച്ച് ടു ഹിസ് അസ്റ്റോണിഷ്മെൻറ്റ് ദെൻ വൺസ് കയോട്ടിക്. പണ്ട് എങ്ങനെയായിരുന്നു? കയോട്ടിക് ആയിട്ടുള്ള ഓഫീസായിരുന്നു. വാസ് നൗ സർപ്രൈസിംഗ്ലി ഡാഷ്. സർപ്രൈസിംഗ്ലി എന്തോ സംഭവിച്ചു അവിടെ അല്ലേ? ആഫ്റ്റർ ദ ന്യൂ മാനേജ്മെൻറ്റ് ടേക്ക് ഓവർ. പുതിയ മാനേജ്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം അവിടെ വീണ്ടും ഡിസോർഗനൈസ്ഡ് ആയെന്നാണ് പറയേണ്ടത്? ഓർഗനൈസ്ഡ് ആയെന്നാണ് പറയേണ്ടത്. അതായത് പഴയ ഓഫീസ് ഡിസോർഡർ ആയിരുന്നു. ഓക്കെ, പഴയ ഓഫീസ് എങ്ങനെയായിരുന്നു? ഡിസോർഡർ ആയിരുന്ന ഓഫീസ് സർപ്രൈസിംഗ്ലി എന്തായി? ഓർഗനൈസ്ഡ് ആയി അല്ലേ? പുതിയ മാനേജ്മെൻറ്റ് ഇതിനെ ഏറ്റെടുത്തതിന് ശേഷം എന്തായി വന്നു? ഇത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയി. സോ ദി ആൻസർ ഈസ് ഓർഗനൈസ്ഡ്. ഓക്കെ, എന്താ വന്ന്? മച്ച് ടു ഹിസ് അസ്റ്റോണിഷ്മെൻറ്റ് ദ വൺസ് കയോട്ടിക് ഓഫീസ് വാസ് നൗ സർപ്രൈസിംഗ്ലി എന്താ പറയുക? ഓർഗനൈസ്ഡ്. സെക്കൻഡ് ഓപ്ഷൻ. ഹെക്ടിക് മീൻസ് എന്താണ്? ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഹെക്ടിക്. ഹെക്ടിക് മീൻസ് ബിസി എന്നാണ് കേട്ടോ. ടുമൽട്ടസ് മീൻസ് ഗ്രേറ്റ് കൺഫ്യൂഷൻ എന്നാണ്. കൺഫ്യൂഷൻ ഓർ ഡിസോർഡർ എന്നാണ് ടുമൽട്ടസ്. കൺഫ്യൂഷൻ ഓർ ഡിസോർഡർ അതല്ല നെഗറ്റീവ് വേർഡുകളാണ്. നെഗറ്റീവ് വേർഡല്ല, എന്തായാലും അവിടെ ഒരു പോസിറ്റീവ് വേർഡാണ് വരേണ്ടത് അല്ലേ? പോസിറ്റീവ് വേർഡായിട്ട് വരുന്നത് ഓർഗനൈസ്ഡ് മാത്രമേ ഉള്ളൂ. ടുമൽട്ടസ് മീൻസ് ഗ്രേറ്റ് ഡിസോർഡർ എന്നാണ്. കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡിസോർഡർ എന്നൊക്കെയാണ്. ഓർഗനൈസ്ഡ് ഒരു പോസിറ്റീവ് വേർഡാണ്. ഹെക്ടിക് എന്ന് പറയുന്നത് ബിസിയാണ്. ഹെക്ടിക് മീൻസ് എന്താണ്? ബിസിയാണ്. ഡിസോർഗനൈസ്ഡ് എന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് അല്ല എന്നാണ്. ഡിസോർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, കയോട്ടിക് മീൻസ് ഡിസോർഡർ. അടുത്ത ഡോണ്ട് ട്രൈ ടു ഡൈവേർട്ട് മീ ഡാഷ് മൈ പ്രിൻസിപ്പിൾസ്. ഡാഷ് ഡൈവേർട്ട് മീ
ഡാഷ് മൈ പ്രിൻസിപ്പിൾസ്. ഡോണ്ട് ട്രൈ ടു ഡൈവേർട്ട് മീ ഡാഷ് മൈ പ്രിൻസിപ്പിൾസ്. എൻ്റെ പ്രിൻസിപ്പിൾസിൽ നിന്ന് ഒരിക്കലും എന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കരുത്, ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എൻ്റെ പ്രിൻസിപ്പിൾസിൽ നിന്നും നിന്നും എന്ന് പറയുന്നത് ഫ്രം ആണോ, ഓൺ ആണോ, ഫോർ ആണോ, എബൌട്ട് ആണോ? ഡൈവേർട്ട് ഡാഷ് മൈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിൻസിപ്പിൾസിൽ നിന്നും എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഫ്രം ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഡോണ്ട് ട്രൈ ടു ഡൈവേർട്ട് മീ ഫ്രം മൈ പ്രിൻസിപ്പിൾസ് എന്ന് വരുന്നു. അപ്പം ഡോണ്ട് ട്രൈ ടു ഡൈവേർട്ട് മീ ഫ്രം മൈ പ്രിൻസിപ്പിൾസ് എന്നാണ് വരുന്നത്. ഓക്കെ, അത് ഓക്കെ അല്ലേ? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹിസ് പ്രസൻസ് ഓഫ് മൈൻഡ് ആൻഡ് ഡാഷ് സേവ് ദ ലൈഫ് ഓഫ് ദ എൽഡർലി വുമൺ. അതായത് നമുക്ക് നോക്കാം. അപ്പോൾ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഹിസ് പ്രസൻസ് ഓഫ് മൈൻഡ്, ആ പ്രസൻസ് ഓഫ് മൈൻഡും പിന്നെ ഒരു ഡാഷും, അവിടെ ഇതൊരു വേർഡുണ്ട്, അത് ഒരു പോസിറ്റീവ് വേർഡായിരിക്കും. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വേർഡാണ്. പിന്നെ ഡാഷും സേവ് ദ ലൈഫ് ഓഫ് ദ എൽഡർലി വുമൺ, ആ പ്രായം ചെന്ന ലേഡിയുടെ ജീവൻ രക്ഷിക്കാൻ അവർ പ്രസൻസ് ഓഫ് മൈൻഡും ഡാഷും എന്താ പറയുന്നത് കാരണമായി. അപ്പോൾ എന്താ പറയുന്നത്? ഒഡേസിറ്റി, കവേർഡൈസ്, ഫിയർ, കെയർലെസ്നെസ്. ഫിയർ എന്ന് പറയുന്നത് എന്താണ്? പേടി. അതെന്തായാലും അവിടെ വരത്തില്ല. ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അശ്രദ്ധ, കെയർലെസ്നെസ്സിന് പറ്റുമോ? ഇല്ല, കെയർലെസ്നെസ് പറ്റത്തില്ല. കവേർഡൈസ്, ഭീരുത്വം ഉണ്ടെങ്കിൽ പറ്റുമോ? കവേർഡൈസ് മീൻസ് ഭീരുത്വമാണ്, ടിമിഡിറ്റി എന്നാണ്. എന്താണ്? പേടിച്ച് പിന്മാറി നിൽക്കുക, ഫിയർ ആണ്. പറ്റുമോ? ഇല്ല. അപ്പോൾ ഒഡേസിറ്റി മീൻസ് ബോൾഡ്നെസ് ആണ്. ബോൾഡ്നെസ്. അപ്പോൾ ഈ 4 വേർഡിനകത്ത് ഒരാൾ മാത്രമാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡേസിറ്റിയാണ്. ഒഡേസിറ്റി എന്ന് വെച്ചാൽ ബോൾഡ്നെസ് ആണ്. കവേർഡൈസ് എന്ന് വെച്ചാൽ ഭീരുത്വമാണ്. ഫിയർ എന്ന് വെച്ചാൽ പേടിയാണ്. കെയർലെസ്നെസ് എന്ന് വെച്ചാൽ അശ്രദ്ധയാണ്. അപ്പോൾ ഇതിനകത്ത് 3 നെഗറ്റീവ്, ഒരു പോസിറ്റീവുമാണ്. അപ്പോൾ ആ പോസിറ്റീവ് വേർഡാണ് അവിടെ വരുന്നത്, ഒഡേസിറ്റിയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹിസ് ഡാഷ് പ്രോജക്റ്റ് featured modern technology, dash processes and practical solutions, impressing the panel of dash during the competition. എന്താ വരുന്നത്? നമുക്ക് ഇംപ്രസിങ് ദ ഡാഷ് ഓഫ് പാനൽ ഓഫ്, നമുക്കൊരു കാര്യം ചെയ്യാം. 3ാമത്തെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. 3ാമത്തെ ഓപ്ഷൻ എന്താണ് നടക്കുന്നത്? ഇംപ്രസിങ് ദ പാനൽ ഓഫ് ഡാഷ് ഡ്യൂറിങ് ദ കോമ്പറ്റീഷൻ. പാനൽ, 3ാമത്തെ ഓപ്ഷൻ നോക്കി. ഇംപ്രസിങ് ദ പാനൽ ഓഫ് എഫിഷ്യൻറ്റ്, ഇംപ്രസിങ് ദ പാനൽ ഓഫ് ഇന്നവേറ്റീവ്, ഇംപ്രസിങ് ദ പാനൽ ഓഫ് ജഡ്ജസ്. ഇങ്ങനെയാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. 3ാമത്തത് ഇംപ്രസിങ് ദ പാനൽ ഓഫ് ജഡ്ജസ് എന്നാണ് വരുന്നത് അല്ലേ? 3ാമത് വരുന്ന വേർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജസ് ആണ്. 3ാമത് വരുന്നത് ജഡ്ജസ് ആണ്. പാനൽ ഓഫ് ജഡ്ജസ് എന്നല്ലേ പറയത്തുള്ളൂ. പാനൽ ഓഫ് എഫിഷ്യൻറ്റ് എന്ന് പറയത്തില്ല, പാനൽ ഓഫ് ഇന്നവേറ്റീവ് എന്ന് പറയത്തില്ല, പിന്നെ പാനൽ ഓഫ് ജഡ്ജസ് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ 3ാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് ജഡ്ജസ് ആണ്. 3ാമത്തെ ഓപ്ഷനായിട്ട് ജഡ്ജസ് വരുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ്. അപ്പോൾ ആ ഓപ്ഷനെ ഇട്ട് നോക്കാം. ഹിസ് ഇന്നവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഫീച്ചേർഡ് മോഡേൺ ടെക്നോളജി, എഫിഷ്യൻറ്റ് പ്രോസസ് ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്, ഇംപ്രസിങ് ദ പാനൽ ഓഫ് ജഡ്ജസ് ഡ്യൂറിങ് ദ കോമ്പറ്റീഷൻ. ഓക്കെ, അങ്ങനെയാണ്, അതാണ് ശരിയാവുന്ന ഓപ്ഷൻ. ബാക്കിയൊന്നും ഇവിടെ ശരിയാവത്തില്ല അല്ലയോ? ഇന്നവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ്, ജഡ്ജസ് പ്രോജക്റ്റ് എന്ന് പറയത്തില്ല, എഫിഷ്യൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയാം, പക്ഷേ സ്യൂട്ടബിൾ ആവത്തില്ല. ബാക്കിയുള്ള ബ്ലാങ്കുകളൊന്നും സ്യൂട്ടബിൾ ആവത്തില്ല. ഓക്കെ, അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഡി ആണ് വരുന്നത്. ഡി, 28-ന് ഡി. 3D printing technology. 3D printing is an exciting new technology. Dash promises to very quickly create anything people can design. അപ്പം ദ പ്രോമിസസ് എന്ന് വരത്തില്ല. 3D printing is an exciting new technology. ദ പ്രോമിസസ് ടു വെരി ക്വിക്ക്ലി അങ്ങനെ വരത്തില്ല. 3D printing is an exciting new technology that promises, അത് വരാൻ സാധ്യതയുണ്ട് അല്ലേ? ദാൻ പ്രോമിസസ് അത് വരത്തില്ല. ദെൻ പ്രോമിസസ് അതും വരത്തില്ല. അപ്പോൾ ഇവിടെ വരുന്ന ഏതാണ്? ദാറ്റ് ആണ്. 3D printing is an exciting new technology that promises to very quickly create anything people can design. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, ദാറ്റ് ഈസ് ദാറ്റ്. ഓക്കെ, അത് സിമ്പിളായിരുന്നു. ഓക്കെ, the dash city was filled with bustling markets, towering dash and narrow streets, making it an exciting place to dash daily. ഏതാ? എന്ത് സിറ്റിയാണ്? എക്സ്പ്ലോർ സിറ്റിയാണോ, വൈബ്രൻ്റ് ആയിട്ടുള്ള സിറ്റിയാണോ, സ്കൈ ക്രേപ്പേഴ്സ് ആണോ, അതോ വൈബ്രൻ്റ് ആണോ? അതായത് എന്നിട്ട് നമുക്ക് 2ാമത്തെ നോക്കാം. ടവറിങ് ആയിട്ടുള്ള സ്കൈ ക്രേപ്പേഴ്സ് ആണോ, അതോ ടവറിങ് വൈബ്രൻ്റ് ആൻഡ് നാരോ സ്ട്രീറ്റ്സ് ആണോ,
അതോ എക്സ്പ്ലോർ ആണോ, ഏതാ വരുന്നത്? രണ്ടാമത്തത് ഫില്ല് ചെയ്യാൻ നോക്കാം ആദ്യം. പിന്നെ അല്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ നോക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗമുണ്ട്. എന്തെന്നറിയാമോ? മൂന്നാമത്തെ ബ്ലാങ്കിന് തൊട്ട് മുന്നേ ഒരു ടു കിടപ്പുണ്ട്. ടൂവിന് ശേഷം ടു സ്കൈ കേപ്പേഴ്സ് എന്ന് വരത്തില്ല, ടു എക്സ്പ്ലോർ, ടു വൈബ്രൻറ്റ് ഡെയിലി, ടു സ്കൈ ക്രേപ്പേഴ്സ് ഡെയിലി എന്ന് വരുന്നത്. ടു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ്, ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ശേഷം V1 ആണ് ഉപയോഗിക്കേണ്ടത്. ടു എന്ന് പറയുന്ന വേർഡ് പ്രിപ്പോസിഷന് ശേഷം എന്താ ഉപയോഗിക്കേണ്ടത്? V1 ആണ്. ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ശേഷം V1 ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് V1 ആയിട്ടുള്ളത് സ്കൈ ക്രേപ്പേഴ്സ്. സ്കൈ ക്രേപ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റേ വലിയ നിലയുള്ള ബിൽഡിംഗ് ഇല്ലേ, സ്റ്റോറേജ് വലിയ ബിൽഡിങ്സ്, ടോൾ ബിൽഡിങ്സ് ആണ് സ്കൈ ക്രേപ്പേഴ്സ്. ആകാശം മുട്ട നിൽക്കുന്ന വലിയ സ്റ്റോറേജ് ഉള്ള ബിൽഡിങ്സ് ഇല്ലേ, അതിനെയാണ് സ്കൈ ക്രേപ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എക്സ്പ്ലോർ ആണോ വൈബ്രൻ്റ് ആണോ, ഏതാണ് ഇതിനകത്ത് ഏതാണ് V1 ആയിട്ടുള്ളത്? V1. അത് കണ്ടുപിടിച്ചാൽ നമുക്കിപ്പോൾ ആൻസറിലേക്ക് പോകാൻ പറ്റും. ടു എന്ന് പറയുന്ന വേർഡിന് ശേഷം V1 ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ടു എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടു എക്സ്പ്ലോർ എന്നല്ലേ വരത്തുള്ളൂ അവിടെ. ടു എക്സ്പ്ലോർ മാത്രമാണ് അവിടെ V1 ആയിട്ട് വരുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഏത് മാത്രമാണ്? V1 ആയിട്ട് വരുന്നത് അവിടെ ഏത് മാത്രമാണ്? എക്സ്പ്ലോർ ആണ്. ഓക്കെ, എക്സ്പ്ലോർ. ഓക്കെ, അപ്പം V1 ആയിട്ട് വരുന്നത് എക്സ്പ്ലോർ മാത്രമാണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സെക്കൻഡ് ഓപ്ഷൻ ഇട്ട് നോക്കാം. ദ വൈബ്രൻറ്റ് സിറ്റി വാസ് ഫിൽഡ് വിത്ത് ബസ്ലിംഗ് മാർക്കറ്റ്സ്, ടവറിങ്, എന്താ പറയുന്നത്, സ്കൈ ക്രേപ്പേഴ്സ് ആൻഡ് നാരോ സ്ട്രീറ്റ്സ്, മേക്കിംഗ് ഇറ്റ് ആൻ എക്സൈറ്റിംഗ് പ്ലേസ് ടു എക്സ്പ്ലോർ ഡെയിലി. സെക്കൻഡ് ഓപ്ഷൻ എല്ലായിടവും സ്യൂട്ടബിൾ ആവും, അല്ലയോ? ബൈ ദ വൈബ്രൻറ്റ് സിറ്റി വാസ് ഫിൽഡ് വിത്ത് ബസ്ലിംഗ് മാർക്കറ്റ്സ്, towering skyscrapers and narrow streets, making it an exciting place to explore daily. എല്ലായിടവും സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. അപ്പോൾ നമ്മളിവിടെ 30 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 30 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെ ആണല്ലോ, ഇതെല്ലാം ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ച വേർഡ് എന്താ പറയുക, ലാക്സ് എന്ന് പറയുന്ന വേർഡ് പഠിച്ചല്ലേ. ലാക്സ് എന്താണ്? ലാക്സ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലാക്സ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് റാബിൾ? ഇതെല്ലാം നമ്മൾ പഠിച്ചത്. എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലാക്സ്? നോട്ട് സ്ട്രിക്റ്റ്. എന്താണ് നോട്ട് സ്ട്രിക്റ്റ്? ലാക്സ് എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് സ്ട്രിക്റ്റ് ആണ്. കയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോർഡർ ആണ്. കയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? ഡിസോർഡർ എന്നാണ്. റാബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോയ്സി ക്രൗഡ് ഓഫ് പീപ്പിൾ ആണ് റാബിൾ എന്ന് വെച്ചാൽ. അസെൻറ്റ് എന്ന് വെച്ചാൽ അസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുക. ഡിസെൻറ്റ് എന്ന് വെച്ചാൽ താഴോട്ടാണ്. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഡിസെൻഡിങ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അസെൻഡിങ് വെച്ചാൽ മുകളിലോട്ടാണ്, അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഡിസെൻഡിങ് വെച്ചാൽ താഴോട്ടാണ്, ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ടുമുലസ് എന്ന് വെച്ചാൽ എന്താണ്? ടുമുൽട്ടസ് മീൻസ് ഗ്രേറ്റ് കൺഫ്യൂഷൻ ഓർ ഡിസോർഡർ എന്നൊക്കെ പറയാം. ഗ്രേറ്റ് കൺഫ്യൂഷൻ ഓർ ഡിസോർഡർ എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ ടൂവിനോടൊപ്പം ചേർന്ന് വരുന്ന വെർബ് ഫോം എന്താണ് പഠിച്ചത്? അത് V1 ആണ് പഠിച്ചത്. ഹൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പഠിച്ചത്? ഹുമ്മും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചത്. ഹൂ ഈസ് യൂസ്ഡ് ഫോർ സബ്ജക്റ്റീവ് പ്രോനൗൺ ആൻഡ് ഹും ഈസ് യൂസ്ഡ് ഫോർ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതെല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഈ ടൈപ്പുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. GDക്ക് ഇങ്ങനത്തുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, HARE ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാട്ടുമുയലില്ലേ, മുയൽ, അതിനാണ് നമ്മൾ HARE ഹെയർ എന്ന് പറയുന്നത് കേട്ടോ. HEIR ആണെന്നുണ്ടെങ്കിൽ ആൻസസ്റ്റേഴ്സ് ആണ്. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് നോക്കിയിട്ട് പോവുക. സോ എന്താ പറയുക, നന്നായിട്ട് എക്സാം എഴുതുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എവ്രി വൺ. ഓക്കെ, താങ്ക് യു.